ഈ ഏജിങ് ശരിക്കും ഒരു ഇല്യൂഷനാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നമ്മളൊക്കെ ആക്ച്വലി കലണ്ടർ മെട്രിക്സിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം, വീക്സ്, മന്ത്സ്, ഇയേഴ്സ് ഒക്കെ ഒരു ടൈം മെഷർമെന്റിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള സാധനമാണ്. ആൻഡ് ദാറ്റ്സ് ക്രോണോളജിക്കൽ ഏജ്. അതായത് ഏജ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ക്രോണോളജിക്കൽ ഏജ് ഉണ്ട്, നമ്മുടെ ബയോളജിക്കൽ ഏജ് ഉണ്ട്, നമ്മുടെ മെൻ്റൽ ഏജ് ഉണ്ട്. നമ്മളൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം 27 വയസ്സ്, 28 വയസ്സ്, 29 വയസ്സ് എന്നൊക്കെ പറയില്ലേ, അത് ക്രൊണോളജിക്കൽ ഏജ് ആണ്. അതായത് നമ്മൾ ജനിച്ചു തൊട്ട് ഹൗ മെനി ടൈംസ് എർത്ത് സൂര്യനെ ലൂപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് മാത്രം. ശരിക്കുള്ള ഏജ്, ബയോളജിക്കൽ ഏജ് ആൻഡ് മെൻ്റൽ ഏജ് കമ്പൈൻ ചെയ്തിട്ട് നമുക്കിതൊരു ഏജാണ്. ആക്ച്വലി ചിലപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരാൾ മേ ബി 30 വയസ്സുള്ള ബോഡി ഏജ്, അതായത് ബയോളജിക്കൽ ഏജ് ആയാൽ 30 വയസ്സായിരിക്കും, അതിൻ്റെ ഹെൽത്ത് ആയിരിക്കും. അതായത് നമ്മളെ ബോഡിയിൽ ഓരോ സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ് ഇത് എത്രത്തോളം ഹെൽത്തി ആണ്, ഫങ്ഷനിങ് ആണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ബയോളജിക്കൽ ഏജ് ഡിഫൈൻ ചെയ്യുന്നത്. മമ്മൂട്ടിയൊക്കെ കണ്ടില്ലേ, മമ്മൂട്ടിക്ക് ബയോളജിക്കൽ ഏജും മെൻ്റൽ ഏജും കുറവാണ്. ആള് ക്രൊണോളജിക്കൽ ഏജിൽ കോൺസെൻട്രേറ്റ് ചെയ്യണില്ല. നമ്മളിങ്ങനെ 27 വയസ്സായി, സമയം കഴിഞ്ഞു പോയി. ആക്ച്വലി നമ്മളെ സമയമൊന്നും എവിടെയും കഴിഞ്ഞുള്ള, നമ്മളെ ഏജിങ് ഇറ്റ് ഇസ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബയോളജിക്കൽ ഏജ്. അത് നമ്മുടെ ബോഡി എത്രത്തോളം ഹെൽത്തി ഒക്കെ വെക്കുന്നുണ്ടോ അത്രത്തോളം നമ്മളെ ഏജ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് പ്രായം കൂടിയല്ലോ എന്നും കൂടി ആലോചിച്ച് ടെൻഷൻ അടിച്ച് പ്രായം വീണ്ടും കൂട്ടരുത്. കാരണം മെൻ്റൽ ഏജ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ.